ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൃഷ്ണ ആകെ ദേഷ്യം വരികയാണ്. ബലരാമൻ്റെ കാര്യം ആര് പറഞ്ഞാലും അവരോടൊക്കെ ചാടിക്കടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ടുകൊണ്ട് കൃഷ്ണ ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേനും ഒരു ബലരാമൻ ഇവനെ കൊണ്ട് ആകെ ശല്യമായിട്ടുണ്ട്, അവൻ്റെ പേര് ഇനി പറഞ്ഞു പോരുതെന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറോട് ദേഷ്യപ്പെടുമ്പോഴത്തേനും സാഗർ നീ ഒന്ന് പോയ കൃഷി എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു. എന്നിട്ട് ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ എന്നോട് ക്ഷമിക്കണം, കാരണം അവനിപ്പോൾ ഒരു ദേഷ്യം പോലെ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ബലരാമൻ സാർ നല്ലൊരാളാണ്, അയാളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് അവൻ മോനെ പോലെയാണ്, പക്ഷേ കൃഷ്ണൻ എന്താ ഇങ്ങനെയെന്ന് അറിയില്ല, സാറ് ഇത് ആരോടും പറയരുതെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആരോടും പറയില്ല, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും ഡോക്ടർ അവിടെ സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അവിടേക്ക് കൺമണി വരികയാണ്. കൺമണി കൃപയെ കാണാനായിട്ട് വരുന്നുണ്ട്. കൃപയെ കാണാനായിട്ട് വരുന്ന സമയത്ത് തന്നെ ക്രഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങോട്ടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃപയെ കാണാൻ വന്നതാണ് സാർ എന്ന് പറയുക കേട്ടോ കൺമണി. അപ്പോഴത്തേനും എന്തിനാ നീ കൃപയെ കാണുന്നത്, നീ അവളുടെ സഹോദരിയാണോ? അല്ലല്ലോ, ഏട്ടനായിട്ട് ഞാൻ മാത്രം മതി, ഇനി ഏട്ടനും സഹോദരി വേറെ ആരും അവൾക്ക് വേണ്ട, ചേച്ചി ഏട്ടനൊന്നും വേണ്ട, ഞാൻ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് കൺമണിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല കാര്യമാണ് അതിൽ നീ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിനക്ക് കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് ശമ്പളം ഞാൻ തരുന്നത്, വീട്ടിലത്തെ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കമ്പനിയിൽ ഉയർന്ന ഒരു പോസ്റ്റ് നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ നീ പുറകെ നടക്കുന്നത്? അത് നടക്കില്ല കൺമണി എന്നൊക്കെ പറഞ്ഞ് കൺമണിയോട് നല്ലതായി ദേഷ്യപ്പെടുമ്പോൾ കൺമണിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പോൾ സാഗർ സുജാത അവിടേക്ക് വരുന്നു. എന്താടാ എന്തിനാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കൺമണിയോടെന്ന് പറയുന്നു. എനിക്ക് കൃപയ്ക്ക് ഞാൻ മാത്രം മതി ചേട്ടനായിട്ട്, മറ്റൊരു ചേച്ചിയും ചേട്ടനൊന്നും അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ, ഇവളെന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ഇവൾക്ക് കമ്പനിയിലെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച പോരെ, ഇവളോട് ഒന്ന് പോകാൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ വിഷമിച്ചുകൊണ്ട് പോവാട്ടോ കൺമണി. അപ്പോൾ സാഗറും സുജാതയും കൃഷ്ണനോട് പറയുന്നത്, കൃഷ്ണ നിനക്ക് എന്താ പ്രാന്തായോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് പ്രാന്താണ്, നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് പോവാട്ടോ. കൺമണി വിഷമത്തോടുകൂടി തിരിച്ച് പോകുമ്പോഴത്തേനും അവൾക്കൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ കൺമണി ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹലോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ കൺമണിയുടെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരാണെന്നുള്ളത്. അങ്ങനെ മാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൺമണി വിശ്വസിക്കണം. ഇപ്പോൾ കൃഷിയുമായിട്ട് വഴക്കിട്ട് പോവാണല്ലേ, അത് സാരമില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കൺമണി, കൃഷിൻ്റെ കുടുംബത്തിൻ്റെയും സംരക്ഷണം കൺമണിക്കാണ്, എപ്പോഴും കണ്ണ് തുറന്നിരിക്കണം, അവർക്ക് വലിയൊരു ആപത്ത് വരാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആരാ എന്ന് ചോദിക്കുകയാണ് വീണ്ടും. ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷേ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കൺമണിയെ നേരിട്ട് തന്നെ വിളിച്ചോളാം. മാത്രമല്ല കൺമണി കണ്ണ് തുറന്ന് തന്നെ ഇരിക്കേണ്ടി വരും, കാരണം ശത്രു നിങ്ങളുടെ തൊട്ടരികിലുണ്ട് എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. കൺമണിക്ക് ആകെ ടെൻഷനാവുണ്ട്. ആ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ബലരാമനും അതുപോലെ തന്നെ ബലരാമൻ്റെ അമ്മ സുമിത്രയും വരിക കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ കൃഷായി നടന്നു പോകുന്നുണ്ട്. പക്ഷേ കൃഷാണെങ്കിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല, കാരണം അത്രയും ദേഷ്യപ്പെട്ട് പോവുകയാണ്. അതിനുശേഷം തന്നെ കൃഷ്ണൻ അവർ കാണുന്നുണ്ട്. ബലരാമൻ തിരിഞ്ഞു നോക്കുന്നു. പിന്നീട് സുജാതയുടെ അടുത്ത് സാഗറിൻ്റെ അടുത്ത് എത്തുന്നു കേട്ടോ. അതിനുശേഷം സുജാതയ്ക്കാണെങ്കിലോ ബലരാമനെ കാണുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഓടി വന്നിട്ട് ആ മോൻ വന്നോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാ അമ്മേനെയും കൂട്ടി, സാഗർ ഇതാണ് കേട്ടോ അമ്മ, ഞാൻ സുമിത്രയെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ബലരാമൻ്റെ അമ്മയാണെന്ന് അന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മോളെ കാണാൻ വന്നതാ കൃപയ്ക്ക്, ഈ ബൊക്ക അവൾക്ക് കൊടുക്കണം, ഞാൻ അവൾ ആദ്യമായിട്ടല്ലേ കാണാനായിട്ട് വന്നതെന്ന് പറയുന്നു. എനിക്കിഷ്ടം തന്നെ. അതിനെന്താ, പിന്നെ കൈയിൻ്റെ വേദന എല്ലാം മാറിയോ, സുജാതയ്ക്ക് എന്താ കൈ മുറിഞ്ഞെന്നൊക്കെ രാമൻ വന്ന് എന്നോട് പറഞ്ഞു. കൈ മുറിഞ്ഞായിരുന്നു, പക്ഷെ അതിൻ്റെ പാട് പോലും ഇപ്പോഴില്ല, നന്നായിട്ട് തന്നെ എൻ്റെ മോൻ നോക്കിയാൽ പിന്നെ മാറാണ്ടിരിക്കുകയോ എന്നൊക്കെ ചേട്ടോ ചെയ്യുന്നത് സുമിത്രയോട്. അപ്പോഴത്തേനും വീണ്ടും എന്തായാലും നിങ്ങൾ കൃപയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ്. വരും, ഞാൻ കാണിച്ചു തരാമെന്ന് സുജു പറയുമ്പോൾ വേണ്ട, സുജു ഇവിടെ നിന്നോളൂ, എപ്പോഴെപ്പോഴും മോളെ കണ്ടിട്ട് ഇനി വിഷമമൊന്നും ആവണ്ട, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നോ, ഞങ്ങൾ കയറി കണ്ടോളാം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കാണാനായിട്ട് ചെല്ലുക കേട്ടോ. അപ്പോഴത്തേനും അവളുടെ കിടപ്പ് കാണുമ്പോൾ ഇവർ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്, ബലരാമനും അതുപോലെ തന്നെ സുമിത്രയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ വീണില്ലേ, ഇനി നിൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരായിട്ട് വീഴും, നീ കണ്ടോ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. സാഗറും സുജുവും കൂടി കരഞ്ഞ് നിലവിളിക്ക് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം തകർത്ത നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ശിക്ഷ കൊടുക്കാൻ തന്നെയാണ് ആദ്യം തന്നെ നിന്നെ വീഴ്ത്തിയത്. നിന്നെ വീഴ്ത്തിക്കഴിഞ്ഞാൽ പകുതി അവർ തളർന്നു, ഇനിയുണ്ട് അവസരങ്ങൾ ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ ബലരാമനോട് പറയുന്നുണ്ട്,
എന്തായാലും ഈ ബൊക്ക നമുക്കിവിടെ വെക്കാം. അതിനുശേഷം ഇത് ബൊക്കയല്ല, ഇത് നിൻ്റെ റീത്താണ്, നിൻ്റെ മരിച്ചതിന് ശേഷം തരണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇപ്പോഴും മരിച്ച പോലെ തന്നെയല്ലേ നീ കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബലരാമനോട് പറയുന്നത്, മോനെ നീ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് വാ എന്ന് പറയുന്നു. അങ്ങനെ ബലരാമനെ പറഞ്ഞയക്കാൻ കേട്ടോ സുമിത്ര. എന്നിട്ട് വന്നിരുന്നിട്ട് സുമിത്ര കൃപയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ കണ്ടോ, അതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? അത് നിൻ്റെ സ്വന്തം ചേട്ടനാടി, നിൻ്റെ കുലം മുടിക്കാൻ, നിൻ്റെ ചേട്ടൻ കുലം മുടിക്കാൻ വന്നതാണടി അവൻ. കണ്ടോ, നിൻ്റെ ചേട്ടൻ നിൻ്റെ വലിയ ഏട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. അപ്പോഴത്തേനും ഇതൊന്ന് കോമ സ്റ്റേജിലാണ് കിടക്കുന്നത് കൃപ, അതുകൊണ്ട് തന്നെ ഒന്നും ഇപ്പോൾ മനസ്സിലാവും. പക്ഷെ അവളെല്ലാം കേൾക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കുറേ സംസാരിക്കുന്നുണ്ട്. കണ്ടോ, അവസാനം നിൻ്റെ ചേട്ടനെയും ഞങ്ങൾ വകവരുത്തുമെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം സുമിത്ര അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. ലക്ഷ്മിയാണെങ്കിൽ കൺമണിക്ക് കിട്ടിയ ആഭരണങ്ങളും അതുപോലെ സ്വർണ്ണങ്ങളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള പ്ലാനാണ്. ആ സമയത്താണ് കൺമണിയുടെ അച്ഛൻ വന്നിട്ട് മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആരായെന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാനാണ് മോളെ എന്ന് പറയുന്നു. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കും. എനിക്ക് കുറേ പണിയുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേനും മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, എന്നാണ് സർജറിയുടെ ഡേറ്റ് വേണ്ടതെന്നുള്ളത് ചോദിക്കാനായിട്ട്. അതിനെന്താ നിങ്ങൾ ചെയ്തോളൂ, അതിന് എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, പൈസ നിൻ്റെ അടുത്തല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, ആരുടെയും കാശ് എൻ്റെ കയ്യിലില്ല. ആ കാശ് കണ്ടിട്ട് ആരും ഹോസ്പിറ്റലിലെ കട്ടിൽ കണ്ട് മോഹിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺമണിയുടെ പൈസയിൽ അത് ആരുടെ ആയിക്കോട്ടെ, ഇപ്പോൾ എൻ്റെ കയ്യിലായിരിക്കുന്നത്, അത് എനിക്ക് തന്നെ വേണം. ഞാൻ കൺമണിയോട് പറഞ്ഞതാണ്, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ ചിലവും ഇത്തിരി വലിയ തുകയുടെ ഓപ്പറേഷനൊന്നും വേണ്ട എന്നുള്ളത്. പക്ഷേ അവൾ കേൾക്കണ്ടേ, എൻ്റെ ഒരു പൈസ കിട്ടിയിട്ട് ഈ ഓപ്പറേഷൻ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരിപ്പോൾ വിളിക്കുമല്ലോ മോളെ, അവരോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊരു നയ പൈസ, 5 പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നൊക്കെ ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ട് ഓപ്പറേഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ. അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ധനലക്ഷ്മി ആ ബാഗുമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്, സ്വർണ്ണവും പണമൊക്കെ കൊണ്ട്. അതിനുശേഷം ഞാൻ പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ വിഷമത്തോടെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.